വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അഭൂതപൂർവമായ പ്രവർത്തന മികവാണ് കഴിഞ്ഞ 4 വർഷമായി കാഴ്ചവെച്ചത്. ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഈ മേഖല ഇന്ന് ഉണർവിന്റെയും വളർച്ചയുടെയും പാതയിലാണ്. 2008 പ്രത്യക്ഷപ്പെട്ട ആഗോള സാമ്പത്തിക പ്രതിസന്ധി നവലിബറൽ മുതലാളിത്ത നയങ്ങളുടെ അവകാശവാദങ്ങളെ അത് പുനഃപരിശോധിക്കുവാൻ പ്രേരിപ്പിച്ചു. നിർണായകമായ മേഖലകളിലെല്ലാം പൊതു ഇടപെടലുകളും ഉടമസ്ഥതയും അനിവാര്യമാണെന്ന നിഗമനത്തിലേക്കാണ് ലോകം എത്തിച്ചേർന്നത്. കേരളത്തിലെ പൊതുമേഖലാ വ്യവസായങ്ങളെ പുനരുദ്ധരിക്കുവാനുള്ള നടപടികളാണ് 2006 അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഈ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഗുണപരമായ ഫലങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. 2006 ആകെയുള്ള 43 സ്ഥാപനങ്ങളിൽ 12 എണ്ണം മാത്രമാണ് ലാഭം നേടിയതെങ്കിൽ 2010 അത് 32 എണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രവർത്തന മികവിന്റെ ആശയപരമായ പശ്ചാത്തലവും ഗവൺമെന്റിന്റെ നടപടികളും പൊതുചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഇത്തരമൊരു സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെയും പ്രൗഢ സദസ്സിനെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. റിയാബ് ചെയർമാൻ ശ്രീ ജോൺ മത്തായി അവർ. റിസർജൻസ് ഓഫ് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് എന്ന ഈ സെമിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യവസായ വകുപ്പിന് ഊർജ്ജസ്വലമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട എളമരം കരീം മിനിസ്റ്റർ അവറുകൾ ഇവിടെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നു. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ ശർമ്മയാണ്. അദ്ദേഹം ഉടനെ തന്നെ എത്തിച്ചേരുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വ്യവസായ വകുപ്പിൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിൽ സ്പെഷ്യൽ അഡ്രസ് നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് മെമ്പർ ശ്രീ പി രാജീവാണ്. വ്യവസായ വകുപ്പിൻ്റെ ഈ പ്രവർത്തന റിപ്പോർട്ടിങ്ങിന് വന്ന് സ്പെഷ്യൽ പ്രസംഗം ചെയ്യുവാൻ സംബന്ധിച്ച് ഇവിടെ വന്നിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യൽ അഡ്രസ് നൽകുന്നത് ശ്രീ എസ് എം അമീറുൽ മിലാത്ത്, കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേരള ആണ്. വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചും KSIDCയെ സംബന്ധിച്ചും അതുപോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചും വളരെ വിലപ്പെട്ട ഒരു വ്യക്തിയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അദ്ദേഹം സമയം കണ്ട് ഈ സമ്മേളനത്തിൽ വന്ന് ഇവിടെ ഒരു പ്രസംഗം നൽകുന്നതിന് സംബന്ധിച്ചതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് വ്യവസായ വകുപ്പ് ഈ നേട്ടങ്ങൾ കൈവരിച്ചതിൻ്റെ വിശദീകരണം ഒരു പ്രസൻറ്റേഷനിലൂടെ നൽകുന്നത് വ്യവസായ വകുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ടി ബാലകൃഷ്ണനാണ്. വളരെ ഊർജ്ജസ്വലനും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായ രംഗത്ത് മാത്രമല്ല ടൂറിസം രംഗത്തും അതുപോലെ തന്നെ ഇപ്പോൾ വാണിജ്യ രംഗത്തും നമുക്കറിയാം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ അതിൻ്റെ ഉപജ്ഞാതാവും അതിൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതും അദ്ദേഹമാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥ പ്രമുഖനാണ് ശ്രീ ടി ബാലകൃഷ്ണൻ. അദ്ദേഹം ഈ പ്രസൻറ്റേഷൻ ഇവിടെ നൽകും. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ശേഷം അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസൻറ്റേഷന് ശേഷം ചെറിയ പ്രസംഗങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മൾ കുറേ വളരെ പ്രമുഖരായ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെയും അതുപോലെ തന്നെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് മേഖലയിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സാമ്പത്തിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ശ്രീ കെ ചന്ദ്രൻപിള്ള CHUവിനെ റെപ്രസെൻ്റ് ചെയ്ത് അദ്ദേഹം ഇവിടെ ഉണ്ട്. മുൻ MP, നമ്മുടെ വ്യവസായ തൊഴിൽ മേഖലയിൽ വളരെയേറെ ശ്രദ്ധേയമായ പ്രവർത്തനം നൽകുന്ന വ്യക്തിയാണ്, അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ TP ഹസൻ INTUC, ശ്രീ P രാജു AITUC, ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് മുൻ മന്ത്രി, അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് HMS, അഡ്വക്കേറ്റ് MB ഭാർഗവൻ BMS, ഡോക്ടർ രാമേന്ദ്രൻ വൈസ് ചാൻസലർ CRUSAT, ഡോക്ടർ CG കൃഷ്ണദാസ് നായർ CMD കൊച്ചിൻ എയർപോർട്ട്,
Commodore Mr. M. Jitendra, Cochin Shipyard CMD, Sri N. Ramachandran, Cochin Port Trust Chairman, Sri S. Satyababu, Regional Provident Fund Commissioner, Sri Jose Cherian, Regional Director, ESI Corporation, Sri N. Krishnamurthy, Official Liquidator, Company Law Bhavan, Sri K. M. Abdullah, Kerala Chamber of Commerce and Secretary Chairman, Sri B. Srikumar, Deputy General Manager, SBT Zonal Office. ഇവരെയൊക്കെ നമ്മൾ ഈ സമ്മേളനത്തിൽ ചെറിയ വാക്കുകൾ പറയുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ ഭൂരിഭാഗം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായിട്ട് വ്യവസായ വകുപ്പിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സമ്മേളനത്തിൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നത് വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി ശ്രീ അൽകേഷ് കുമാർ ശർമ്മയാണ്. വളരെ ഊർജ്ജസ്വലനായ ഒരു ഓഫീസർ. അദ്ദേഹം KSIDCയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. 2005-2006 നഷ്ടത്തിലായിരുന്ന ഭൂരിഭാഗം കമ്പനികളെയും ഇപ്പോൾ 2009-10 ഈ കാലഘട്ടത്തിൽ വളരെ പുരോഗതി കൈവരിക്കുന്നതിനും ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മുടെ വ്യവസായ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. 2005-2006 ഏതാണ്ട് ഈ കമ്പനികളുടെ എല്ലാ കമ്പനികളുടെയും കൂടി എടുത്താൽ അറ്റ നഷ്ടം 69.7 കോടി രൂപയായിരുന്നു. അതിപ്പോൾ 239 കോടി പോസിറ്റീവായിട്ട്, അതായത് നഷ്ടം നികത്തിക്കൊണ്ട് 239 കോടി ലാഭത്തിലേക്ക് ഈ മാർച്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടെ CMD FSCT മിസ്റ്റർ അശോകൻ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ വന്നിട്ടുള്ള എല്ലാ മാധ്യമ പ്രതിനിധികളെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വ്യവസായ വകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് റീസ്ട്രക്ചറിങ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ബോർഡ് എന്നുള്ള റിയാബ് എന്നുള്ള സ്ഥാപനമാണ്. റിയാബിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. റിയാബിൻ്റെ സെക്രട്ടറി ശ്രീ പത്മകുമാർ, അതുപോലെ തന്നെ റിയാബിൻ്റെ പ്രോജക്റ്റ് ഓഫീസർമാർ, ചീഫ് അനലിസ്റ്റ്, ഇങ്ങനെ കുറേയേറെ ഓഫീസർമാർ ഇതിന് മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാമ്പത്തിക പുരോഗതിക്ക് തടസ്സമല്ല, മറിച്ച് ശക്തമായ സാമ്പത്തിക അടിത്തറയ്ക്ക് നിദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ വ്യവസായ പുരോഗതിക്ക് ആക്കം കൂട്ടുകയുണ്ടായി. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ സാദരം ക്ഷണിച്ചുകൊള്ളും. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലം കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവികളും ട്രേഡ് യൂണിയൻ നേതാക്കളും ഉൾക്കൊള്ളുന്ന സമൂഹവുമായി പരസ്പരം ചർച്ച നടത്തുന്നതിനും തുടർന്ന് നടത്തേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഈ മേഖലയിലെ അനുഭവജ്ഞാനമുള്ള പ്രമുഖരായ നിങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നതിനുമാണ് ഇത്തരമൊരു സമ്മേളനം വിളിച്ചുകൂടിയത്. ഇത് സംബന്ധിച്ച് വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നടത്തുന്ന പ്രസന്റേഷന് ശേഷം നിങ്ങളുടെ റിയാക്ഷൻ കേൾക്കലാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ഭാഗം. ഗവൺമെൻറ് തുടർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വെളിച്ചം പകരാൻ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം നേടിയ പ്രൊഫഷണലുകളും അക്കാദമീഷ്യൻസും ട്രേഡ് യൂണിയൻ നേതാക്കളും ഒക്കെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിൽ സംസ്ഥാന പൊതുമേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യവസായവൽക്കരണത്തിൽ കേരളത്തിലെ പൊതുമേഖല വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറച്ചേ ഉള്ളൂ. അടുത്ത കാലത്തൊന്നും ഗണ്യമായ നിലയിലുള്ള കേന്ദ്ര നിക്ഷേപവും